സുകുമാര? നന്ദിനിയുടെ അനുജത്തി ആരാണെന്നുള്ള സത്യം ഞങ്ങളെ അറിയിക്കാതെ തനിക്ക് ഇവിടുന്ന് ഒരു അടി അനങ്ങാനാവില്ല. നീ എന്നെ എത്ര യുഗങ്ങൾ ഇവിടെ അടച്ചു വെച്ചാലും എന്റെ വായിൽ നിന്നും ഒരക്ഷരം വീഴുമെന്ന് കരുതണ്ട. അച്ഛാ, 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 അച്ഛൻ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ. ആ മാധവിയും നാഗനന്ദിനും സുകുമാരനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയെന്നാ തോന്നുന്നേ. അച്ഛൻ എവിടെയാണെന്ന് എന്റെ ദൃഷ്ടിയിൽ തെളിയുന്നില്ല. ആ ഇടം ഞാൻ മനസ്സിലാക്കാതിരിക്കാനായിട്ട് മാധവി അവളുടെ ശക്തി ഉപയോഗിച്ച് വലയം തീർത്തിരിക്കുകയാണെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഞാൻ പോയി അച്ഛനെ തേടി കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരാം. നിക്ക്, നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ നന്ദിനി. മാധവി ഇപ്പൊ തനിച്ചല്ല, നാഗനന്ദിനും അവളോടൊപ്പം ഉണ്ട്. മാധവിയുടെ ശക്തി 2 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വളരെ ആലോചിച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പാടുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാന്നാ പറഞ്ഞു വരുന്നേ? ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം കണ്ണഴകി അമ്മയ്ക്ക് മാത്രമേ സാവകാശത്തോടെ ചിന്തിച്ച് നല്ലൊരു തീരുമാനമെടുക്കാനാവൂ. കണ്ണഴകി അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാം നമുക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ. വാ പോകാം. സുകുമാരൻ എവിടെയാണുള്ളതെന്ന് പോലും നമ്മൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ആ മാധവി മന്ത്രവലയം തീർത്തു വെച്ചിരിക്കേ. സുകുമാരനിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്കറിയില്ല. മാധവിയും നാഗനന്ദിയും കൊട്ടാരത്തിൽ തന്നെയല്ലേ കഴിയുന്നത്. അതുകൊണ്ട് മാധവി സുകുമാരനെ അവിടെ തന്നെ ഒളിപ്പിച്ചിരിക്കാനാണ് സാധ്യത. കൊട്ടാരത്തിലേക്ക് പോയാൽ സുകുമാരനെ രക്ഷിക്കാനാകും. എന്നാ ഞാൻ ഇപ്പൊ തന്നെ കൊട്ടാരത്തിലേക്ക് പോവാ. അച്ഛനെ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ. അവിടെയാണ് നാഗനന്ദിയൻ കഴിയുന്നത്. അവനുള്ളിടത്തേക്ക് പോയി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കാലചക്രം എടുക്കുക എന്നത് അസാധ്യമായി തീരും. എത്രയോ ആപത്തുകളിൽ എനിക്കൊരു ആശ്വാസമായിരുന്ന ആളാ. അദ്ദേഹത്തെ രക്ഷിക്കാതിരിക്കാനാകില്ല. അദ്ദേഹത്തിന്റെ മകൾ ഗായത്രിയെ അന്ന് എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയില്ലേ? ഇദ്ദേഹത്തെ അതുപോലെ കൈവിട്ടുകൂടാ. ഏത് വിധേന എനിക്ക് രക്ഷിച്ചാൽ മതിയാകും. സുകുമാരനെ രക്ഷിക്കാനായി ഞാൻ പോകാം. അവിടെയല്ലേ നാഗനന്ദിനുള്ളത്? അവന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് ആപത്താ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നാഗനന്ദിന്റെ മുന്നിൽ പെട്ടാൽ ഉടനെ അങ്ങേ ഇല്ലാതാക്കാൻ ശ്രമിക്കും അവൻ. എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നേരിട്ടോളാം. ഇല്ല, എന്നെ പറ്റി ഓർത്ത് അങ്ങ് ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഒരു മകളുടെ വിഷമം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കുക. പോകാൻ ഞാൻ അനുവദിക്കില്ല. രണ്ടുപേരും പോകാതിരുന്നാൽ പിന്നെ എങ്ങനെ സുകുമാരനെ രക്ഷിക്കും? ഞാൻ രക്ഷിക്കും അയാളെ. ഞാൻ ആ കൊട്ടാരത്തിലേക്ക് പോയി സുകുമാരനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഒരാവശ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അന്ന് അരുണെ തട്ടിക്കൊണ്ട് പോയില്ലേ ഭൈരവി? അതൊന്നും അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അവിടെ കയറാനാകും? ഞാനൊരു യോഗിനി മാത്രമാണെന്ന് കരുതിയേ. എതിർത്ത് നിൽക്കുന്നവരെ പോലും മിത്രങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സാമർഥ്യക്കാരി കൂടിയാ. ആ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്കൊരു മാർഗമുണ്ട്. അരുണിനും ഗംഗയ്ക്കും എന്റെ മേൽ ഇതുവരെയുള്ള അതൃപ്തിയെല്ലാം തന്നെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക് നന്ദിനി. സുകുമാരനെയും കൊണ്ടേ വരൂ ഞാൻ.
15,000 രൂപ ചെലവ് ചെയ്ത് ഈ ദേവി 15 ലക്ഷം രൂപ എങ്ങനെ കൈക്കലാക്കിയെന്ന് കണ്ടോ താൻ? എല്ലാം ഇപ്പൊ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? ആ ആ കേട്ടി നിന്നെ നോക്കി കണ്ണിറുക്കി കാണിക്കണം കണ്ടപ്പോ തന്നെ ഞാനാകെ പേടിച്ചു പോയി ദേവിയെ. ഓ, തനിക്ക് നാണല്ലോടോ. ഒരു സംശയരോഗി വന്നിരിക്കുന്നു. തനിക്കൊക്കെ മുഴു പ്രാന്ത. തന്നോടൊക്കെ വഴക്കൂടിയിരിക്കാൻ ഈ ദേവിക്ക് ഇപ്പൊ സമയമില്ല. ഞാൻ എന്റെ പണൊന്ന് സേഫ് ആക്കട്ടെ. ദേവി ഇതിന്റെ എല്ലാം പിന്നിലപ്പോ നീ ആയിരുന്നല്ലേ? അയ്യോ എന്റെ ദൈവമേ, അങ്ങനെ ഒരു 15 ലക്ഷം കിട്ടി. ആന വാ തുറന്നിരിക്കുന്ന പോലെ ഇരിക്കാതെ അവിടെ ഉറങ്ങാൻ നോക്കും മനുഷ്യൻ. എന്റെ ദൈവമേ, നിന്നെ ഉപയോഗിച്ച് തന്നെ ആ മുരളിയെ ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് ഓടിക്കുന്നതാണ്. ഇവിടെ എങ്ങോട്ട് പോണേ? എന്തൊട്ട് വിളിച്ച് പറ്റിയേ? ഈ പാതിരാത്രി പണം എടുത്തിട്ട് എങ്ങോട്ടേക്കാ അവള് പോണേ? പിന്നാലെ ചെന്ന് നോക്കിയാ ശരിയാവുള്ളൂ. ഇവളെന്തിനീ കാശ് മുഴുവൻ മുരളിയുടെ അൽമാരിലേക്ക് മാറ്റി വെക്കണേ? ദേവി, എന്തിനാ നീ ഇപ്പൊ നമ്മുടെ അൽമാരിൽ കാശ് മുഴുവൻ എടുത്ത് മുരളിയുടെ അൽമാരി കൊണ്ട് വെച്ചിട്ട് വരണേ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കുന്നേ? ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും അറിയില്ലേ തനിക്ക്? എന്തിനാ ഏതിനാന്ന് എന്നോട് ചോദ്യം ചെയ്യാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങുതാൻ. പറഞ്ഞത് കേട്ടില്ലേ? പോയി കിടന്ന് ഉറങ്ങണോ? ഇയാളുടെ കൂർക്കം വലി കാരണം മനുഷ്യന് ഉറങ്ങാനും പറ്റില്ല. അമ്മേ, കാലത്തെ തന്നെ പണം കണ്ടു കഴിഞ്ഞ അന്നത്തെ ദിവസം നന്നാവും. 1, 2 അല്ല 15 ലക്ഷം അല്ലേ? അമ്മേ ധനലക്ഷ്മി. അയ്യോ അയ്യോ, എന്റെ പണം എവിടെ? എന്റെ പണം എവിടെ പോയി? അയ്യോ അയ്യോ, എന്റെ കാശ്. അയ്യോ, ഇതിവിടെയാണല്ലോ ഞാൻ വെച്ചത്. അയ്യോ, എന്റെ പണം കാണാനില്ലേ? അയ്യോ അയ്യോ.
അയ്യോ, ഞാൻ ഈ അലമാരിൽ വെച്ച പണം കാണുന്നില്ലേ? അയ്യോ എടോ, ഞാനിവിടെ വെച്ച കാശ് കാണാനില്ല. താൻ എടുത്തായിരുന്നു അത്. അയ്യോ അയ്യോ, ആരും എന്റെ കാശ് മോഷ്ടിച്ചോണ്ട് പോയേ. എന്താടി എന്താ രാവിലെ എന്താ ഇങ്ങനെ കിടന്ന് അലറുന്നത്? ചേച്ചി, എന്റെ കാശ് ആരോ കട്ടോണ്ട് പോയി ചേച്ചി. എടി, നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ ആരാ എടുത്തോണ്ട് പോവാൻ? നീ എവിടെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും, ഒന്ന് നോക്ക. അല്ല ചേച്ചി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാശ് എടുത്ത് അലമാരിൽ വെച്ചിട്ട് ഉറങ്ങിയത്. കാലത്ത് നോക്കിയപ്പോ എന്റെ കാശ് കാണുന്നില്ല. ആരോ കട്ടോണ്ട് പോയതാ ചേച്ചി. എന്റെ കാശ് എടുത്തവൻ മുടിഞ്ഞു പോവുള്ളൂ. ദേവി ദേവി എന്ന് വിളിക്കുന്നത് എനിക്കറിയാന്ന്. എവിടെയാ കാശ്? എനിക്കൊരു ബോക്സ് ലഡു വാങ്ങിച്ചു തരാ, എന്താ പറയാ? എവിടെയാന്ന് വെച്ചാ പറഞ്ഞു തൊലിക്ക്. തനിക്ക് 10 ബോക്സ് ലഡു വാങ്ങി തരാം. 10 ബോക്സ് ലഡു പറ്റിക്കരുത്. പറയണോ? മുരളിയുടെ ലോക്കറിൽ ഇരിപ്പുണ്ട്, ചെന്നെടുത്തത്. അല്ല, താനീ പറയുന്ന ഉള്ളതാണോ? ഞാനത് കൊണ്ടുവച്ചപ്പോ കണ്ടല്ലേ. എന്താ പറഞ്ഞേ? മുരളി എന്റെ അലമാരിന്ന് കാശ് എടുത്ത് അവന്റെ അലമാരി വെക്കുന്ന താൻ കണ്ടെന്നോ? പറയണോ, കണ്ടതാണോ? മുരളിയാണോ കട്ടോണ്ട് പോയത്? താൻ എന്തീ ആലോചിക്കുന്നേ? ഇവള് കൊണ്ട് വെച്ചു എന്ന് പറയാൻ വന്ന അത് മുരളിയുടെ തലയിലായില്ലോ. എന്തിട്ടായാലും നമുക്ക് ലഡു കിട്ടിയാ പോരെ. കേട്ടോ ചേച്ചി? എന്താ പറഞ്ഞേ? മുരളി എടുത്തോണ്ട് പോയെന്നല്ലേ? മുരളി എടുത്തത് ഇയാള് കണ്ടെന്ന്. ഇയാൾ ഉറങ്ങാതെ കിടന്നുകൊണ്ട് എന്റെ കാശ് പോയത് കണ്ടേ. ആ മുരളിയോട് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചതാ ചേച്ചി. മുരളിക്ക് അവന്റെ അപ്പന്റെ അതേ സ്വഭാവം. ഏത് നേരം എന്തെങ്കിലും കൊനഷ്ടൊപ്പിക്കും. ഈ ധർമ്മജൻ ഇത് എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഈ മുരളി ഇങ്ങനെയൊക്കെ തുടങ്ങിയാ പിന്നെ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? അവനെ എടുത്തെന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്നാ വാ പോയി ചോദിക്കാം. ചേച്ചി, എന്റെ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേ. എന്നാലും ആ കള്ളൻ ഇങ്ങനെ ചെയ്തല്ലോ. എടാ മുരളി, എല്ലാവരുടെ ഉറക്കം കളഞ്ഞിട്ട് നീ ഇവിടെ സുഖമായി കിടന്ന് ഉറങ്ങണല്ലേ? നിന്നെ മുരളി കള്ള, എണീക്കടാ. നിന്നോട് എണീക്കാനാ പറഞ്ഞേ. എന്ത് കാണിക്കുന്നു? വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടിട്ട് പോകാൻ ഞാനത് വല്ല ചെണ്ടയോ? എടാ മുരളി, കൂടുതൽ കളിക്കാതെ എന്റെ കട്ടെടുത്ത പണം തിരിച്ചതാ. എന്തൊക്കെയാ പറയുന്നേ? ഏത് പണം ഞാൻ എടുത്തുന്നാ? എടാ മുരളി, ദേവിയുടെ അലമാരിയിലിരുന്ന പൈസ നീയാ എടുത്തേന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിങ്ങ് തിരിച്ചു കൊടുത്തേ. കാലത്തൊന്നും തമാശ പറയാ. ആന്റിയുടെ കാശ് തന്നെ ഞാൻ എടുക്കുന്നേ. നീ ഒന്നും പറയണ്ട. നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ നിന്റെ അലമാരിയുടെ താക്കോലിങ്ങതാ, ഞാൻ തന്നെ പോയി നോക്കാം. എന്റെ പൊന്ന് ആന്റി, ലോക്കറിൽ എന്റെ കാശായിരിക്കുന്നേ. ആ കാശ് മുഴുവൻ ആന്റി എടുത്തു പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാലത്ത് എഴുന്നേറ്റ് പാടെ അവൻ കുത്തിയിരുന്ന് കള്ളം പറയുന്ന കണ്ടോ? പണം മുഴുവൻ എടുത്തകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അവന്റെ പണം അത്രേ. ഇതിന്ന് മനസ്സിലാക്കി കൂടെ അവൻ പഠിച്ച കള്ളനാണ്. അയ്യോ, എന്റെ അച്ഛനാണ് സത്യം. അലമാരിക്കുള്ളിലുള്ളത് എന്റെ പണം തന്നെയാ. നീ ഇനി ആരെ പിടിച്ച സത്യം ചെയ്തിട്ടും കാര്യമില്ല. ചേച്ചി എന്ന് നോക്കി നിൽക്കുന്ന ചോദിക്ക്. അതാരുടെ പണമാണെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ആദ്യം എഴുന്നേറ്റ് അലമാരി തുറന്നേ. എനിക്കിട കള്ള. അലമാര തുറന്നു കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിനകത്തിരിക്കുന്ന എന്റെ പണം അത് ഞാൻ ആരും തൊടാൻ സമ്മതിക്കില്ല. അയ്യോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അയ്യോ, അയ്യോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അയ്യോ, പിന്നെ എന്റെ കാശ് എവിടെ പോയി? അയ്യോ, ഉള്ളിലിരിക്കുന്നത് നിന്റെ പണാന്ന് പറഞ്ഞത് ഇതാണോടാ? അതെ ആന്റി, ഇത് തന്നെയാ. ഈ 1 രൂപ സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് പൂട്ടിയിട്ടത്. ഞാനല്ലേ ആ പണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. എന്നിട്ട് ഇപ്പൊ അതെങ്ങനെയാ കാണാതെ പോയോ? ചേച്ചി, എന്റെ കാശെല്ലാം പോയി ചേച്ചി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ. നീ അല്ലേ പറഞ്ഞു നിന്റെ പണം ഈ അലമാരിയിലുണ്ടെന്ന്? എന്നിട്ട് എന്താ കാണാത്തെ? അതാ എനിക്കൊന്നും മനസ്സിലാവാത്ത. അയ്യോ, എന്റെ കാണാതെ പോയത് 1000 2000 അല്ലേ? നീ അതങ്ങ് വിട്ടുകളാ. 1000 2000 ആണെങ്കിൽ ഞാനിങ്ങനെ ഒച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? കാണാതെ പോയത് 15 ലക്ഷം രൂപയാ. 15 ലക്ഷമോ? പിന്നല്ലാതെ. നിനക്ക് എവിടുന്ന് കിട്ടിയത്? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ഇന്നലെ അരുൺ തന്ന 15 ലക്ഷം രൂപ തന്നെയത്. എന്താന്ന്? അരുൺ തന്ന 15 ലക്ഷമോ? അറിയാതെ സത്യമെല്ലാം പറഞ്ഞു പോയല്ലോ ഈശ്വര. അവന്റെ കാശടിച്ച കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് ചേച്ചി, അല്ല, പണം കാണാതെ പോയ വെപ്രാളത്തിലെ അരുൺ ചെലവിന് തന്ന 15000 രൂപ 15 ലക്ഷം പറഞ്ഞു പോയതാ ഞാൻ. ഇനിയിപ്പോ ആ കാശ് കിട്ടും തോന്നുന്നില്ല. 15000 രൂപയല്ലേ, അത് പോണെങ്കി പോട്ടെ. ആ കാശ് ആരെടുത്തതായാലും അവൻ ആ കാശ് വെച്ച് സമാധാനായിട്ട് ജീവിക്കട്ടെ.
ദേവിക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇതിലെന്തോ കുഴപ്പമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ജാനകി, കാശെടുത്ത് അലമാരയെ കൊണ്ടുവച്ച് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ എന്നെ ഒരു കള്ളനാക്കി മാറ്റി ഇവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? നിന്റെ വേലത്തരൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നിന്റെ പ്ലാനൊക്കെ എത്ര പെട്ടെന്ന് ഞാൻ പൊളിച്ചടക്കി പെട്ടിലാക്കിയെന്ന് കണ്ടില്ലേ? ഇതിന്ന് ഞാൻ നൈസായിട്ട് രക്ഷപ്പെട്ട കണ്ടില്ലേ? എന്റെ അടുത്ത നീക്കം നിന്റെ മോളെയും അരുണിനെയും കൊന്നുകളയാന്നുള്ളത് തന്നെയാ. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നീ നിന്റെ ജീവനെ പോലെ കരുതുന്ന അവർ രണ്ടുപേരും എന്റെ കൈകൊണ്ടും മരിച്ചിരിക്കും ജാനകി. എടാ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞോ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എടീ, ഇതുപോലുള്ള ഉമ്മാക്കി കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. ഒരു ആത്മാവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ നീ ചെയ്തോ. പറഞ്ഞയക്കും ഞാൻ. നിന്റെ അച്ഛൻ പോയ അതേ വഴിക്ക് നിന്നെയും പറഞ്ഞയക്കാൻ പോവാ. അന്നേട്ടാ, മഴയും കാര്യങ്ങളൊക്കെയാ. അധികം വൈകാതെ തിരിച്ചെത്തണേ. നീ ഏതു നേരം ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കാതെ കുറച്ചേരം റെസ്റ്റ് എടുക്കണം. ശരി. അയ്യോ, അരുണേട്ടൻ ഓഫീസിൽ പോയത് എങ്ങോട്ടേ പോന്നേ? എന്തിനാ ഔട്ട് ഹൗസ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? അത് ചോദിച്ചു കേട്ടില്ല. എന്തിനാ ഇതിങ്ങനെ പൂട്ടിയിട്ടേക്കുന്നതെന്ന്? അയ്യോ, ഗംഗ അരുണിനോട് സത്യം പറഞ്ഞാ അത് ആകെ പ്രശ്നമാവുമല്ലോ. അത് വേറൊന്നുമല്ല. ഒരു ഇവിടെ ആരും താമസമില്ലാത്തോണ്ടല്ലേ പൂട്ടിയിട്ടേക്കുന്നത്? അതെ, ഇത് നിന്റെ അച്ഛൻ താമസിച്ചിരുന്ന വീടാ. അദ്ദേഹം ഇല്ലാന്ന് കരുതി അനാഥമായിട്ട് പൂട്ടിയിടേണ്ട കാര്യമില്ല. എപ്പോഴത്തെയും പോലെ വൃത്തിയാക്കി തുറന്നിടാൻ നോക്ക്. ശരി, ഇനി ഞാൻ പൂട്ടിയിടാതെ നോക്കിക്കോളാം. ഒരുപാട് ലേറ്റായി. അരുണേട്ടൻ പോണില്ലേ? ആരുമില്ലാതെ അനാഥനായി പോയ അവസ്ഥ എനിക്കിപ്പോ. അച്ഛന്റെ മരണം ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനും അങ്കിളൊക്കെ ഉണ്ടായിരുന്നപ്പോഴാ ഈ വീട്ടിലെ സന്തോഷം നിലനിന്നിരുന്നത്. എനിക്കിന്നൊരു മൂടില്ല. ഞാൻ പോകുന്നില്ല ഗംഗ. ഗംഗേ, അയ്യോ, ഔട്ട് ഹൗസ് പൂട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് ഓഫീസിൽ പോകാൻ ഇറങ്ങി അരുണേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ഞാനും അത് കണ്ടായിരുന്നു ഗംഗേ. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി വൈകില്ല. ധൈര്യമായിട്ടിരിക്കെ. നമ്മളെല്ലാം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പൂർണ്ണ വിരാമം ഇടാം.
ഇപ്പൊ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്? ഭൈരവി, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? രാജശേഖരൻ മരിച്ച വിവരം ഈ അടുത്താ ഞാൻ അറിഞ്ഞത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഞാനും രാജശേഖരനും തമ്മിലൊരു സൗഹൃദമുണ്ടല്ലോ. അതുകൊണ്ടാ അരുണിനെ കണ്ടൊന്ന് ആശ്വസിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നത്. ആശ്വസിപ്പിച്ചിട്ട് പോവാൻ വന്നതാണെന്നോ? അരുണിന്റെ കണ്ണിലെങ്ങാനും പെട്ട നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനാ ഇവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു.